ഇപ്പോൾ ഒരു വിഡോ ആണെങ്കിലും ഒരു സിംഗിൾ ലേഡി ആണെങ്കിലും ഒക്കെ ഇന്ന് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അവർക്കൊരു അപമാനം അല്ലെങ്കിൽ ഒരു ഡിവോഴ്സി, പണ്ട് ഡിവോഴ്സി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു നല്ല കാര്യമല്ല. എല്ലാം എപ്പോഴും പെണ്ണിനാണല്ലോ കുറ്റം. അപ്പോൾ ആ സ്ത്രീ എന്തെങ്കിലും ചെയ്തിരിക്കുക അങ്ങനെ. ഇന്ന് ഡിവോഴ്സസ് ആർ വെരി കോമൺ. ഒരുപാട് വിധവകളുണ്ട്, നല്ല നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വിധവകളുണ്ട്, വിവാഹിതരല്ലാത്തവരുണ്ട്. പിന്നെ പലമാതിരി രീതിയിലാണല്ലോ ഇപ്പോൾ ഓരോന്നും കാണുന്നത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയണല്ലോ. അപ്പം അങ്ങനത്തെ കാരണം കൊണ്ട് അവർക്ക് ഒരു സമൂഹം അവരെ താഴ്ന്നു കാണുന്നുണ്ടെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പക്ഷെ സുരക്ഷ, ഒരൊറ്റയാൾ തനിച്ച് താമസിക്കുമ്പോൾ സുരക്ഷയുടെ കാര്യം കുറച്ചുകൂടെ ഒരു പ്രശ്നമായിരിക്കും. ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീ, അത് ചിലപ്പോൾ ഒരു ഡിവോഴ്സി ആവാം, അല്ലെങ്കിൽ ഒരു വിഡോ ഒക്കെ ആവാം. ചിലപ്പോൾ അപ്പോഴായിരിക്കും അവർക്ക് പഴയ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് ആ ഒറ്റപ്പെടലൊന്ന് ഓവർകം ചെയ്യാനായിട്ട് തപ്പിപ്പിടിക്കുന്ന ഒരു ഇത് നടക്കും. പക്ഷേ ഈ സൊസൈറ്റിയെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ മുഴുവനും കാണുന്നത് ഇവർ ഏതാണ്ട് ഈ വികാരം മുഴുവൻ കടിച്ചമർത്തിയിട്ട് ഇതിനൊരാളെ നോക്കി നടക്കുകയാണെന്നാണ് ഇവരുടെ അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും ഒരു പുരുഷൻ അവരുടെ വീട്ടിലോ അവരുടെ വാഹനത്തിലോ അല്ലെങ്കിൽ വേറൊരു പുരുഷന്റെ വാഹനത്തിൽ ഇവർ കയറുകയോ ചെയ്താൽ ഡെഫിനറ്റ്ലി ഇത് ശാരീരികം അല്ലെങ്കിൽ സെക്സുമായി ബന്ധപ്പെടുത്തി മാത്രമേ ഇവർക്കിത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഇത് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഉള്ളിലേക്ക് അങ്ങോട്ട് വലിയാൻ തുടങ്ങും. ദൈവമേ, അപ്പൊ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടോ ആൾക്കാർ, എന്നാ പിന്നെ എനിക്ക് ആ സുഹൃത്ത് വേണ്ട, അല്ല വരല്ലേ കേട്ടോ, ആൾക്കാരൊക്കെ അതും ഇതും പറയുന്നു, അപ്പുറത്തുപ്പുറത്തുള്ളവരൊക്കെ നോക്കുന്നു. ഈ നോക്കുന്നവർ ചിലപ്പോൾ ഒരു ദിവസം നോക്കും, 2 ദിവസം നോക്കും, 3 ദിവസം നോക്കും, ഒരു ദിവസം പറയും, 2 ദിവസം കുറേ കഴിയുമ്പോൾ അവർക്ക് പിന്നെ വേറൊരെണ്ണം കിട്ടുമ്പോൾ അവർ അതിൻ്റെ പിന്നാലെ പോവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ കള്ളത്തരം ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മളോട് തന്നെ സ്വയം ചോദിച്ചാൽ മതി. എൻ്റെ സുഹൃത്ത് എന്നെ കാണാൻ വരുമ്പോൾ എനിക്കൊന്നുമില്ലെങ്കിൽ എനിക്കെന്താണ് ഭയം? ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക് നിലനിൽക്കാനായിട്ടുള്ള വീട്, അതിനപ്പുറത്ത് ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് ചെല്ലാൻ പറ്റുന്ന പൊതു ഇടങ്ങൾ, ഒറ്റയ്ക്കോ സംഘമായിട്ടോ ഇൻ ജനറൽ സ്ത്രീകൾക്ക് പൊതു ഇടങ്ങൾ അപ്രാപ്യമായി നിലനിൽക്കുന്ന ഒരു കാലയളവാണത്. ഇത്തരത്തിൽ പൊതുവിടങ്ങളിലേക്കുള്ള ഒരു ആക്സസ് കൂട്ടാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഇതെവിടെയും വാങ്ങാൻ കിട്ടുന്നല്ലോ ഈ ഇത് ധൈര്യം, ഈ ആക്സസ് കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ എനിക്ക് നാളെ ഒരിടത്ത് ഒറ്റയ്ക്ക് പോകാണ്ട് ഒരു കാർഡ് തരുമോ ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ ഇത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ കോൺഷ്യസ് നമ്മളങ്ങ് അവരെന്ത് ചിന്തിക്കും, അവരെന്ത് പറയും, എന്തിനാണിത്? എനിക്ക് ജീവിക്കണം, എനിക്ക് ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണം, ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ സഞ്ചരിക്കുന്നു, എനിക്കിത് നിങ്ങളെ ഒന്നും തൃപ്തിപ്പെടുത്തി എനിക്ക് ജീവിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം ഇതെൻ്റെ ജീവിതമാണ്. അങ്ങനെ അത്രയല്ലേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ പറ്റുന്ന. അല്ലാതെ ഇതിൽ എന്ത് ചെയ്യാനാണ്? നമ്മൾ എത്ര കാലം നമ്മളിങ്ങനെ എത്ര കാർഡ് നമ്മളിങ്ങനെ സൂക്ഷിക്കേണ്ടി വരും? ഈ ആക്സസ് കാർഡ് ഫോണിൻ്റെ അടുത്ത് പോകണം, അത് ഫോണിൻ്റെ അടുത്ത് പോവുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മളോട് മാത്രം ആൻസർ ചെയ്തിട്ട് മുൻപോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക. ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഏജ് വരെ അതിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം അവളുടെ പ്രൊട്ടക്ഷൻ അവൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞ ഒരു കൺസർവേറ്റീവ് ലെവലിലായിട്ടുള്ള മതത്തിൻ്റെ ജാതിയുടെ ഒക്കെ തന്നെ വേർതിരിപ്പ് ഇപ്പോൾ ഒരുപാടാണ്. അത് സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരുപാടാണ്. അതുകൊണ്ടാണ് പിന്നെ മതചിഹ്നങ്ങളായിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ കാണുന്നത്. എനിക്ക് ചിലപ്പം ബസ്സിലൊക്കെ കയറുമ്പോൾ സങ്കടം തോന്നും. ഇവിടുന്ന് ഇങ്ങേ അറ്റം വരെ ഒരു കുങ്കുമം വരച്ച് ഭയം തോന്നും ആ കുട്ടിയുടെ മുഖം നോക്കുമ്പോൾ. അത്രയും ഒരു പക്ഷേ ഒരു പിന്നീട് ഭാരതീയ സ്ത്രീ എന്ന രീതിയിൽ സ്വയം ഡെപിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എത്ര മ്ലേച്ഛമായിട്ടാണ്. അതാരും പറയില്ല, ബുർഖ ഇട്ടാ നിങ്ങൾ ഉടനെ ചീത്ത. അതെ, ഇത് ഈ രണ്ടും ഒരുപോലെയാണ്. ഇപ്പൊ ബുർഖ ഇടുമ്പോഴും പിന്നെ ആ സ്ത്രീ എന്ന് പറയുന്ന ഷി ഡസന്റ് എക്സിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു മുഖം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായി കാണുന്ന മതമുണ്ടാകുന്നിടത്ത് അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന മറ്റൊരു മതവും സ്ത്രീയെ അതുപോലെ തന്നെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പിന്നെ നിറങ്ങൾ കൊടുത്തുകൊണ്ട്. എനിക്ക് തോന്നുന്നു സിംബോളിസത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അടിയുള്ളൂ. ശ്രീമതി നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്കൊന്ന് തിരികെ വരാം. ശ്രീമതി നേരത്തെ പറഞ്ഞു, ഞാൻ ഈ കലാലയങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഈ എത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന്. നമ്മുടെ ഇവിടുത്തെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുള്ള കലാലയങ്ങളിൽ പോലും
പെൺകുട്ടികൾക്ക് ജീൻസ് ഇടുന്നതിന് ഇപ്പോഴും വിലക്ക് നിലനിൽക്കുന്നുള്ളതാണ്. തീർച്ചയായിട്ടും പല പ്രശസ്തമായ തിരുവനന്തപുരത്തെ കലാലയത്തിൽ പോലും പെൺകുട്ടികളെ ഇത്തരം റൈറ്റ്സിനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാണുന്ന രീതിയിലുള്ള നേതാക്കളുള്ള സ്ഥലമാണ്. അവിടെയും സ്ത്രീകളായിട്ടുള്ള നേതാക്കളുണ്ട് എന്നുള്ളതാണ്. അവരും ഇവരത് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും, നിങ്ങൾ ഇത്ര വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് കോളേജിലേക്ക് വരരുത്. അത്രയും വർഷം സ്കൂളിലും പ്ലസ് ടുവിലൊക്കെ യൂണിഫോം ഇട്ട് വളരെ വരുന്ന കുട്ടികൾ കോളേജിലേക്കാണ് അല്പം ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി വരുന്നത്. അവിടെയും ഇത്തരത്തിലുള്ള കോഡ് ഓഫ് കണ്ടക്ട് വെച്ച് അവരെ നിയന്ത്രിക്കുന്നത്. അതുപോലെ ഒരു ആൺകുട്ടിയും ഒരാളുടെ പ്രസ്താവന പോലും ഉണ്ടായിരുന്നില്ലേ, ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ട്രാൻസ്ജെൻഡർ ആയി സ്ത്രീകൾക്ക് ജനിക്കുന്നത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കുട്ടികളാണ്, നിഷേധികളായിട്ടുള്ള സ്ത്രീകൾക്ക് സെറിബ്രൽ പ്ലാസി പോലെ അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികൾ ജനിക്കുന്നുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ചിന്തകളുള്ള അധ്യാപകർ നയിക്കുന്ന കലാലയങ്ങളാണ് നമുക്കുള്ളത്. അപ്പം ആ ഒരു ലെവലിലേക്കാണ് നമ്മുടെ കലാലയങ്ങൾ പോലും പോകുന്നത്. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. അത് മുമ്പ് എനിക്ക് തോന്നുന്നു ടീച്ചറൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനേക്കാളും ഫ്രീഡം ഉണ്ടായിരിക്കത്തില്ല. ഫ്രീഡം മാത്രമല്ല, ഇതുപോലെ വിവരം കേട്ടവന്മാരില്ല. ഈ കംപ്ലീറ്റ് വിവരക്കേട് വായിൽ വിളിച്ചു പറയുന്നവരെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാനുള്ള ആൾക്കാരും ഇല്ല. ഭാഗ്യച്ചി യാത്രകൾ ഒത്തിരി പോകാൻ ഇഷ്ടമുള്ള ഭാഗ്യച്ചിക്ക് എപ്പോഴെങ്കിലും ദേശം, നമ്മളിപ്പോൾ കാലം സ്ത്രീകൾ വരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീയെ കാണുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ദേശം ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള 2 വ്യത്യാസമുള്ള ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മദ്രാസിൽ ജീവിച്ച ഒരു കാലവും കേരളത്തിൽ ജീവിച്ച ഒരു കാലവും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിലേക്ക് വരുന്ന കാലത്ത് ഒരുപാട് ഫ്രീഡമുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം മനുഷ്യരെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇവിടുത്തെ സമൂഹം. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സിനിമാക്കാരി, ഇപ്പം നേരത്തെ പറഞ്ഞ ഇപ്പോൾ സിനിമയെ വല്ലാതെ അംഗീകരിച്ചു തുടങ്ങി നമ്മുടെ സമൂഹം. 10 വീടെടുത്താൽ അതിലൊരു 3-4 വീട്ടിലുള്ള കുട്ടികൾ സിനിമയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുണ്ട്. അത്രയൊക്കെ സിനിമ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതൊന്നുമല്ലാതെ സിനിമ എന്ന് പറയുന്ന ഒരു ചീത്ത മേഖലയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ കേരളത്തിലേക്ക് ഞാൻ വരുന്നത്. അപ്പം അത് എന്നെ തീർച്ചയായിട്ടും വല്ലാതെ ഭയപ്പെടുത്തുമായിരുന്നു. 85-ലൊക്കെ ഞാനിവിടെ വരുമ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ടൈറ്റിലില്ല, അവാർഡില്ല, സംഘടനയില്ല, ഒന്നുമില്ലാത്തൊരു കാലത്താണ് ഇവിടെ വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അദൃശ്യ ശബ്ദങ്ങൾ, എവിടുന്നൊക്കെയോ ഇവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവരാരാണ് ആർക്കും അറിയില്ല. നടന്മാർ തന്നെ അവരുടെ സ്വന്തം ശബ്ദമാണെന്ന് വിശ്വസിച്ച ഒരു കാലത്തിലേക്കാണ് വരുന്നത്. അപ്പം രാവിലെ, ഇപ്പം മെഡ്രാസിലാണെങ്കിൽ രാവിലെ ഡബ്ബിംഗ് തിയേറ്ററിൽ പോയാൽ പിറ്റേ ദിവസം രാവിലെ വരുന്ന എത്രയോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിലീസിങ് സിനിമയൊക്കെ ആണെങ്കിൽ ഇന്ന് പോയാൽ നാളെ ആയിരിക്കും തിരിച്ച് വീട്ടിലേക്ക്. ഇന്നലെ രാവിലെ പോയിട്ടേ, അന്നൊന്നും എയർ കണ്ടീഷൻ ഡബ്ബിംഗ് തിയേറ്ററൊന്നും ഇല്ല. ഇങ്ങനെ വേർത്ത് കുളിച്ച് ആസ്പെറ്റോസ് മേഞ്ഞ തിയേറ്ററുകളാണ്. അപ്പം ടേക്ക് എന്ന് പറയുമ്പോൾ എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ സ്വെറ്റ് ചെയ്തിട്ട് ഒന്നാലോചിച്ചൊക്കെ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ പരസ്പരം നാറും കേട്ടോ, വേർത്തിട്ടേ. അതും എല്ലാവരും ഒന്നിച്ച് നിന്നേ ഡബ് ചെയ്യുള്ളൂ, ഒറ്റയ്ക്കുമല്ല. അപ്പം എല്ലാവരും ഒരുമിച്ചിട്ടാണ്. അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് മുടിയൊക്കെ നമ്മൾ ഇവിടെയൊക്കെ കെട്ടിവെച്ചിട്ടായിരിക്കും രാവിലെ വരുന്നത്. ചപ്രപ്രവറ അതൊക്കെ പറഞ്ഞിട്ട് ധാവണിയൊക്കെ എടുത്ത് കുത്തി. അപ്പൊ എന്തോ ഭയങ്കര ഒരു യുദ്ധത്തിന്. അപ്പം അന്നൊന്നും ഇങ്ങനെ ഒട്ടിക്കണ പൊട്ടില്ല, കുങ്കുമൊക്കെ ഇങ്ങനെയൊക്കെ മാഞ്ഞിട്ടൊക്കെ. അപ്പൊ രാവിലെ നമ്മൾ വരുമ്പോ ഇവര് കോലം ഇടുന്ന കണ്ടുകൊണ്ടാ വരുന്നത്. അപ്പൊ അയ്യോ പാവം, അത് നേരത്തേക്ക് പോയിട്ട് ഇന്നിതാൻ വരുത്, പോയി സീക്കിരം കുളിച്ച് സാപ്പിട്ടിട്ട് പടുത്ത് തൂങ്ങിക്കോ, ഇത്രേ പറയുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ 85-ല് വന്നപ്പോ ഇന്നലെ എങ്ങാണ്ട് പോയതാ, ഇപ്പോഴാ വരുന്നത്. സിനിമയിലാന്നാ പറയുന്നത്. സിനിമയിലൊന്നും ഇല്ല കേട്ടോ. നല്ല സിനിമയിൽ പേര് കണ്ടിട്ടുണ്ടോ? ഇതിനെ നമ്മൾ ഭയന്ന് തൊഴിൽ നിർത്തുക എന്നുള്ളതായിരിക്കും പലരുടെയും വഴി. പക്ഷെ നമ്മൾ അതിനെ ചെറുത്ത് നിൽക്കാനുള്ളൊരു പോരാട്ടമായിരുന്നു അന്ന്. ആഹാ എന്നാ പിന്നെ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ടൈറ്റിൽ ഉണ്ടാക്കുന്നു, അവാർഡ് ഉണ്ടാക്കുന്നു, സംഘടന ഉണ്ടാക്കുന്നു.